ഭരണഘടനാ ശില്പി BR അംബേദ്കറെക്കുറിച്ചുള്ള ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധങ്ങൾക്കിടെ പാർലമെന്റിൽ നാടകീയ സംഭവവികാസങ്ങൾ. പാർലമെന്റ് കവാടത്തിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങൾക്കിടെ തങ്ങളുടെ 2 MP-മാരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയെന്ന് BJP ആരോപിച്ചു. പരിക്കേറ്റെന്ന് പറയുന്ന BJP MP-മാരായ മുകേഷ് രഞ്ജ്പുത്ത്, പ്രതാപ് സാരംഗി എന്നിവരെ ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ രാഹുലിനെതിരെ BJP പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ BJP MP-മാർ തന്നെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തെത്തിയിട്ടുണ്ട്. BJP MP-മാർ തന്നെ തള്ളി, താൻ നിലത്തു വീണു, ശസ്ത്രക്രിയക്ക് വിധേയമായ എൻ്റെ കാൽമുട്ടുകൾക്ക് ഇത് പരിക്ക് വരുത്തി, ഖാർഗെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്കയച്ച കത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ കയ്യേറ്റത്തിൽ BJP MP-മാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഏത് നിയമപ്രകാരമാണ് മറ്റ് MP-മാരെ ശാരീരികമായി ആക്രമിക്കാൻ അദ്ദേഹത്തിന് അധികാരമുള്ളത്? നിങ്ങൾ മറ്റ് MP-മാരെ തോൽപ്പിക്കാൻ കരാട്ടയും കുംഫുവും പഠിച്ചിട്ടുണ്ടോ? രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് റിജിജു ചോദിച്ചു. ചൊവ്വാഴ്ച രാജ്യസഭയിലെ ചർച്ചയിൽ നടത്തിയ അംബേദ്കറെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ അമിത് ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടി MP-മാർ പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. BJP MP-മാർ ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധത്തിൽ അണിനിരന്നിരുന്നു. കോണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്ന തൻ്റെ മേലേക്ക് രാഹുൽ മറ്റൊരു MP-യെ തള്ളിയിടുകയായിരുന്നുവെന്ന് പ്രതാപ് സാരംഗി പറഞ്ഞു. എന്നാൽ BJP MP-മാരാണ് തന്നെ തടയാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചതെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. ഞാൻ പാർലമെന്റിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. BJP MP-മാർ എന്നെ തടയാൻ ശ്രമിച്ചു. ഇതാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് പാർലമെന്റിനകത്തേക്ക് കയറാൻ അവകാശമുണ്ടെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അതേസമയം അമിത് ഷാ നടത്തിയ വിവാദ പരാമർശത്തിൽ ചർച്ച ചെയ്യുന്നതിനായി ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. മണിക്കം ടാഗോർ MP-യാണ് നോട്ടീസ് നൽകിയത്. അമിത് ഷാ മാപ്പ് പറഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. വിഷയത്തിൽ കോൺഗ്രസും BJP-യും വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളോടെ മുന്നേറുകയാണ്. ഇന്ത്യ മുന്നണി MP-മാർ അമിത് ഷാ മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി. പാർലമെന്റിന്റെ പ്രധാന ഗേറ്റായ മഖർദ്വാറിന്റെ മതിലുകളിൽ കയറിയായിരുന്നു പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ MP-മാർ പ്രതിഷേധവും നടത്തി. തുടർന്ന് മാർച്ച് ചെയ്താണ് പാർലമെന്റ് കവാടത്തിൽ മുന്നിലെത്തിയത്. ദളിതരെ പ്രതിനിധാനം ചെയ്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നീല വസ്ത്രങ്ങൾ അണിഞ്ഞാണ് എത്തിയത്. അതേസമയം കോൺഗ്രസ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് BJP MP-മാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. അമിത് ഷാ രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യമെന്നും അംബേദ്കറെ അപമാനിക്കുന്നത് വെച്ചുപൊറിപ്പിക്കില്ലെന്നും അംബേദ്കർ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നുവെന്നും കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിച്ചു എന്നെല്ലാമാണ് BJP പറയുന്നത്. അംബേദ്കറെ അപമാനിച്ചത് കോൺഗ്രസ് ആണെന്നാണ് ഭരണപക്ഷ MP-മാരുടെയും ആരോപണം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.